ബോഡി ഷെയ്മിങ് ഉണ്ടായിട്ടുണ്ടെന്ന് ഒരുപാടുണ്ടായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഞാനൊക്കെ എത്രയോ ഏറ്റു വാങ്ങിയിട്ടുണ്ട്, എത്രയോ. പിന്നെ പിന്നെ അപ്പൊ ചേട്ടന്റെ അമ്മ എവിടെ, എന്താണ് ചേട്ടന്റെ വീട്ടിൽ പോയി നിൽക്കാത്ത, ഇനി ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നെ കുറിച്ച് ഒരു നെഗറ്റീവ് ഇല്ല എന്നാ പറയുന്നത്. ഞാൻ പറയുന്ന പോലത്തെ എന്തെങ്കിലുമൊക്കെ പറയും, അത് ആലോചിച്ച് നോക്ക്. നെഗറ്റീവ്. ഒളിച്ചോടി കല്യാണം കഴിച്ചത് അല്ലേ, അപ്പൊ ഏട്ടന്റെ വീട്ടുകാർ എങ്ങനെയായിരുന്നു, ആരുടെ അമ്മയാണ് വീഡിയോയിൽ കാണുന്നത്? ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലരും ആഗ്രഹിച്ചും കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. Q&A ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുറേ പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. പുതുതായിട്ട് നമ്മുടെ ഫാമിലിയിൽ വന്നവർക്ക് നമ്മളെ കുറിച്ച് ഒന്നും അറിയില്ല. ഇതിനു മുമ്പ് നമ്മൾ ചെറിയ Q&A ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ കുഞ്ഞു അല്ല ഇതിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് കുറവുള്ള ടൈമിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഫാമിലിയിലേക്ക് കുറേ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെ ഫാമിലിനെ കുറിച്ചും നമ്മളെക്കുറിച്ചും ഒക്കെ അറിയാൻ ആഗ്രഹങ്ങൾ ഉള്ളവരുണ്ട്. അവർ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കുള്ള റിപ്ലൈ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കുക. അപ്പൊ ആദ്യത്തെ ചോദ്യം ഏട്ടൻ വായിക്കും. ആദ്യത്തെ ചോദ്യം ആദ്യ KP ആണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലി, വെഡ്ഡിങ് കഴിഞ്ഞിട്ട് എത്ര വർഷമായിരുന്നു, ചേട്ടൻ്റെ ജോബ്, മക്കളുടെ റിയൽ നെയിം, നിങ്ങളുടെ കാസ്റ്റ്, നിങ്ങളുടെ റിയൽ നെയിം. ഇത്രയും ചോദ്യങ്ങളുണ്ട്. ഫസ്റ്റ് ആള് ചോദിച്ചത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. പിന്നെ വണ്ടി പോകുന്നുണ്ട്, അതിന്റെ ഒരു ശബ്ദം കൊണ്ട് നമ്മുടെ ശബ്ദം കൂടുതലായിട്ട് കേൾക്കാൻ കഴിയുമെന്ന് അറിയില്ല. ഞങ്ങൾ മാക്സിമം സൗണ്ട് എടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഏജ് പറഞ്ഞു. ഞാൻ 33. ഞാൻ 28. നിങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലി എന്ന് പറയുന്നത് എനിക്ക് അനിയനും അമ്മയാണ് ഉള്ളത്, അച്ഛനില്ല. ഏട്ടനാണെങ്കിൽ അമ്മയും അനിയത്തിയാണുള്ളത്, അച്ഛനില്ല. ചേട്ടൻ്റെ ജോബ് എന്ന് പറയുന്നത് ഞാൻ പോലീസിലാണ്. ഇപ്പോൾ ഇത് 7 വർഷം കഴിഞ്ഞ്, ഇത് 8ാമത്തെ വർഷമാണ്. വയനാട്ടിൽ കൽപ്പറ്റ SP ഓഫീസിലാണ്. അത് പിന്നെ കുറെ പേര് ചോദിക്കുന്നുണ്ട്, എന്താ യൂണിഫോമിൽ കാണാത്തത്, ഏട്ടൻ പോലീസ് തന്നെ അല്ലേ, യൂണിഫോം ഇട്ടിട്ട് കാണാറില്ലല്ലോ, അങ്ങനെയൊക്കെ കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് അതിനുള്ള റിപ്ലൈ പറഞ്ഞത്? യൂണിഫോമിന്റെ കാര്യത്തിൽ ഞാനിപ്പോൾ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓഫീസിലാകുമ്പോൾ നമ്മൾ അവിടെ യൂണിഫോം യൂസ് ചെയ്യില്ല. നമ്മൾ സ്റ്റേഷൻ ഡ്യൂട്ടി എടുക്കുമ്പോഴാണ് യൂണിഫോം ഇടുക. പിന്നെ എമർജൻസി ഡ്യൂട്ടി വരുന്ന സമയത്ത് നമ്മൾ യൂണിഫോമിലായിരിക്കും ഉണ്ടാവുക. ഞാൻ യൂണിഫോം ഇട്ട് ഡ്യൂട്ടിക്ക് പോകാറുണ്ട്. ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ഉണ്ടാവാറുള്ളൂ. പിന്നെ മക്കളുടെ റിയൽ നെയിം, മൂത്തവൻ ധ്യാൻ ദീപു, രണ്ടാമത്തവൻ ദക്ഷ് ദീപു. പിന്നെ കാസ്റ്റ ചോദിച്ചിട്ടുള്ളത്. കാസ്റ്റ് നമ്മൾ ഹിന്ദു തന്നെയാണ്. പിന്നെ റിയൽ നെയിം ചോദിച്ചിട്ടുണ്ട്, ദീപു, ശ്രുതി. പിന്നെ നിത്യപ്രകാശാണ്. ചേട്ടൻ ഇപ്പൊ എന്താണ് പോലീസിലെ കറന്റ് പൊസിഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. കറന്റ് പൊസിഷൻ സാധാ സിവിൽ പോലീസ് ഓഫീസർ തന്നെയാണ്. നമ്മള് ഇതിപ്പോ 7ാമത്തെ വർഷം. ഇനിയൊരു 1-2 വർഷം കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഗ്രേഡ് മാറി വരും. രണ്ടുപേരുടെ ഏജ് ചോദിച്ചിട്ട് സെയിം നമ്മൾ പറഞ്ഞു. ചേച്ചി എന്താണ് പഠിച്ചത് ഓർ ജോലി ചെയ്യുന്നുണ്ടോന്ന്? ഞാൻ +2 വരെ പഠിച്ചിട്ടേ ഉള്ളൂ. നിലവിൽ ജോലിയൊന്നും ചെയ്യുന്നില്ല. ജോലിക്ക് പോകാനുള്ള യൂട്യൂബില് വീഡിയോ ചെയ്യാം. നിലവിൽ വേറെ പുറത്തു പോയി ജോലി ചെയ്യാനുള്ള ഉദ്ദേശമൊന്നുമില്ല. പിന്നെ അതുല്യ ചോദിച്ചിട്ടുണ്ട്. രണ്ടുപേരുടെയും ഏജ് പറഞ്ഞു, 28ഉം 33. ലവ് മാരേജ് ഓർ അറേഞ്ച്? ലവ് മാരേജ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞിരുന്നത് ചേച്ചിയോട് താങ്ക്സ്. അത് നമ്മൾ ഫോട്ടോ ഇട്ടതിനാണ് കേട്ടോ. കാരണം ഏട്ടന്റെ ഇത് യൂണിഫോം ഫോട്ടോ അല്ലേ ചോദിച്ചപ്പോ ഞാൻ അത് ഇട്ടിരുന്നു. അപ്പൊ അതിനാണ് ആദ്യം താങ്ക്സ് പറഞ്ഞിട്ടുള്ളത്. കൂടെയുള്ള അമ്മ ചേച്ചിയുടെ അമ്മയാണോ? അതെ. പിന്നെ ചേച്ചി എത്ര വരെ പഠിച്ചു? +2. സീരിയസ് സ്റ്റാർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സീരിയസ് സ്റ്റാർട്ട് ചെയ്യാൻ നിലവിൽ ഉദ്ദേശിക്കുന്നില്ല, എന്നെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ അപ്പൊ ചേട്ടന്റെ അമ്മ എവിടെ, എന്താണ് ചേട്ടന്റെ വീട്ടിൽ പോയി നിൽക്കാത്ത, ഇനി ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചേട്ടന്റെ അമ്മ ചേട്ടന്റെ വീട്ടിലാണ് ഉള്ളത്. അവിടെ അമ്മയും അനിയത്തിയും അവരുടെ കുട്ടികളും ഉണ്ട്. അമ്മയും ഞാനും പിന്നെ ചില്ലറ ജഗട ഉണ്ട്. നോക്കണ്ട, അത് പിന്നെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അത്രേ ഉള്ളൂ. പിന്നെ ചേട്ടന്റെ ഫാമിലിയെ പറ്റി പറയുന്നു. ചേട്ടന്റെ ഫാമിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അമ്മ, അനിയത്തി, അച്ഛനില്ല, അച്ഛൻ മരിച്ചു. ഞങ്ങൾക്ക് 2 അച്ഛനില്ല, മരിച്ചുപോയി. മരിച്ചിട്ട് 4 കൊല്ലം കഴിഞ്ഞു, 5 വർഷമായി. പിന്നെ ലവ് സ്റ്റോറി പറയുന്നു. ലവ് സ്റ്റോറി നമുക്ക് പറയാം, ഒരു വീഡിയോ നമ്മൾ പറയാം. ഭയങ്കരാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി എന്ന് പറയുന്നത്. ചേട്ടന്റെ വീട് എവിടെയാ? ചേട്ടന്റെ വീട്ടിൽ പോകാറില്ലേ? ചേട്ടൻ ഫാമിലിയെ പറ്റി പറയുമോ? ചേട്ടന്റെ വീട്ടുകാരെ എന്തേലും ഇഷ്യൂ? ഇത് തന്നെയാണല്ലോ കൊറേ ആയിട്ട് വന്നിട്ടുള്ളത്. പോകാറൊക്കെ ഉണ്ട്. ഇപ്പൊ കുറച്ചായി പോയിട്ട്. വീട് ഇവിടെ അടുത്ത് തന്നെയാ, നമുക്ക് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ.
പിന്നെ ഫാമിലി നല്ല ഫാമിലി. അമ്മ ഉണ്ട്, അനിയത്തിൻ്റെ കുട്ടികളുണ്ട്, അനിയത്തിയുടെ മക്കളുണ്ട്. പിന്നെന്താ ഫാമിലിയായിട്ട് ഇഷ്യൂ പറഞ്ഞാൽ എല്ലാ ഫാമിലി ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഇഷ്യൂസ് ഇല്ലേ, അതൊക്കെ തന്നെ. അല്ലാതെ വലിയ സംഭവമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ചിലപ്പോ നമ്മള് ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് കള്ളം പറയുന്ന പോലെ ആയിപ്പോ. ചെറുത് ഇപ്പൊ തന്നെ കൊറേ പേര് നോക്ക് വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അതുപോലെയാണ്. എല്ലാ ഫാമിലിയിലുള്ള പോലെ തന്നെ ചെറിയ ചെറിയ അത്രേ ഇഷ്യൂസ് ഉള്ളൂ, ഒക്കെ അത്രേ ഉണ്ട്. ഉള്ളൂ. നിങ്ങളുടെ വീട് എവിടെയാണ്? കുഞ്ഞു അപ്പു ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞങ്ങളുടെ വീട് വയനാട് മുട്ടിലാണ്. വയനാട് മുട്ടില് ഇപ്പൊ നമ്മള് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അത് കുട്ടമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ കുഞ്ഞു പഠിക്കുന്നില്ല. കുഞ്ഞു ആകെ 2 വയസ്സ് കഴിഞ്ഞിപ്പോ 3ാമത്തെ ഫെബ്രുവരിയിൽ 3 വയസ്സാവും 3 കേട്ടോ. വയസ്സാവും. അപ്പു പഠിക്കുന്നത് ലൈസിയം മോണ്ടിസോറിയാണ്, കൽപ്പറ്റ കേട്ടോ. കൽപ്പറ്റ. കണ്ണൂരാണോ? കണ്ണൂരല്ല, പക്ഷെ കണ്ണൂര് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജില്ലയാണ് അല്ലേ. ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. കണ്ണൂരായിരുന്നു നമ്മളൊരു 3 കൊല്ലത്തോളം കണ്ണൂരായിരുന്നു. ഇപ്പൊ നമ്മളിവിടെ വന്നിട്ട് 3 കൊല്ലം കഴിഞ്ഞു. നമ്മളിപ്പോ വയനാട്ടിലാണുള്ളത്. പ്രേമിച്ചിരുന്ന ടൈമിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അതുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങള്. എങ്ങനെ അത് ഫേസ് ചെയ്തു? നമ്മൾ ഫേസ് ചെയ്യണ്ട, അത് നമ്മുടെ അടുത്തേക്ക് വരും, നമ്മൾ കഴിഞ്ഞു പോകും. എങ്ങനെ ഫേസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇത് അങ്ങനെ തന്നെ. പ്രശ്നങ്ങൾ എങ്ങനെയാ നമ്മൾ ഫേസ് ചെയ്യാൻ? നമ്മള് വേണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ നമ്മൾ തേടി വരും. എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ അടുത്ത് എത്തും. പിന്നെ അതൊക്കെ അങ്ങ് ഓവർകം ചെയ്ത് പോവാന്നുള്ളതാണ്. അതെല്ലാരും അനുഭവിക്കുന്ന കാര്യമല്ലേ. അതെ, ബോഡി ഷെയ്മിങ് ഉണ്ടായിട്ടുണ്ടെന്ന് ഒരുപാടുണ്ടായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അല്ല, ബോഡി ഷെയ്മിങ് ഉണ്ടാവും. പിന്നെ നമ്മളെ ആളുകൾ നമ്മളെ നിറത്തിന്റെ കാര്യത്തിൽ ഇതിലൊക്കെ പരിഗണിക്കണ്ട. അപ്പൊ അതെന്തായാലും ഉണ്ടാവും. പിന്നെ അതൊക്കെ നമ്മളങ്ങ് ഒരു സൈഡിൽ കൂടെ അങ്ങ് വിടുക, അത്രേ ഉള്ളൂ. എന്താണ്, എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല, അതാണ് ഒരു കാര്യം. പിന്നെ ബോഡി ഷേമിങ് ഞാൻ മെലിഞ്ഞതിനെ കുറിച്ചാണ് കേട്ടോ. എന്താണ് മെലിഞ്ഞതിനെ കുറിച്ച് തന്നെ എപ്പോഴും എന്താ തിന്നാൻ തരുന്നില്ലേ, തിന്നുന്നൊക്കെ എവിടെ പോകുന്നു, ഫുള്ള് എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടാല് അങ്ങനെയൊക്കെ കുറെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ചുറ്റുവട്ടത്തുള്ളവരാണെങ്കിലും ഇപ്പൊ കമന്റ്സിലൂടെ ആണെങ്കിലും കുറെ പേര് പറയാറുണ്ട്. ബോഡി ഷേമിങ് ഒക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അതിലൊന്നും പിന്നെ വലിയ വിഷയമല്ല, ഞങ്ങളൊന്നും വലിയ വിഷയമാക്കി എടുക്കുന്നില്ല. ചെറിയ പ്രായത്തിൽ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞത് കൊണ്ട് എന്തേലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ചെറിയ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ 18 വയസ്സ് കറക്റ്റ് 18ലാണ് ഞാൻ പോയിട്ട് കല്യാണം കഴിച്ചത്. പക്ഷെ ആ സമയത്ത് കല്യാണം കഴിച്ചത് നന്നായിട്ട്. ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഞങ്ങൾ വിചാരിക്കും ഇതിന് മുമ്പ് കെട്ടിയിരുന്നെങ്കിലോ എന്ന് വിചാരിച്ചു വരുന്നുണ്ട് കേട്ടോ. കാരണം കുഞ്ഞുങ്ങളൊക്കെ ഇപ്പൊ ഇത്രേ ആയിട്ടുള്ളൂ, ഞങ്ങൾ വയസ്സ് കൂടി വരുന്നു, കുഞ്ഞുങ്ങൾ വലുതായി വരുന്നേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ടോ, നമുക്ക് കുറച്ച് മുന്നേ കെട്ടിയാൽ മതിയായിരുന്നില്ലേ എന്നൊക്കെ. പിന്നെന്താ, കല്യാണം കഴിഞ്ഞപ്പോൾ വീട്ടുജോലികളൊക്കെ അറിയായിരുന്നു? ഞാൻ എല്ലാ ജോലിയും ചെയ്യും. ഈ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചത്. അതിനുശേഷം അമ്മ ജോലിക്ക് പോകാറുണ്ട്. ജോലിക്ക് പോകുമ്പോൾ ഞാനും അനിയനാണ് വീട്ടിൽ. അമ്മ പറ്റുന്ന പോലെ ജോലികളൊക്കെ ചെയ്തിട്ടാണ് പോകാറ്. ബാക്കിയുള്ള ജോലികളൊക്കെ ഞാൻ ചെയ്യും, കുക്ക് ചെയ്യും, എല്ലാ ജോലികളും ചെയ്യും. ജോലികളൊക്കെ എനിക്ക് അപ്പൊ അറിയായിരുന്നു കേട്ടോ. ഒളിച്ചോടി കല്യാണം കഴിച്ചത് അല്ലേ? അപ്പൊ ഏട്ടന്റെ വീട്ടുകാർ എങ്ങനെയായിരുന്നു? രണ്ടു വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. രണ്ട് വീട്ടുകാരും നല്ല ടെററായിരുന്നു. നമ്മള് കുറച്ചു കാലം പിന്നെ ഞങ്ങൾക്ക് പിന്നെ അതൊക്കെ ഒരു ശീലമായി, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ അത് വലിയൊരു ഇതിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. ഭയങ്കര എന്റെതൊക്കെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച 2 ആഴ്ച എന്റെ അമ്മയൊക്കെ ഓക്കെ ആയി. പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞതും ഏട്ടന്റെ വീട്ടിലോട്ടാണ് പോയത്. അതൊന്നും വലിയ വിഷയമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഏട്ടന്റെ അമ്മ എന്താ ഏട്ടന്റെ നെയിം എന്താണ്? ദീപു. ലവ് മാരേജ് ആണോ? അതെ. ഏട്ടന്റെ വീടും വീട്ടുകാരും ഒക്കെ എവിടെ? വീടും വീട്ടുകാരൊക്കെ അടുത്ത് തന്നെയാണ്. ഞങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. എപ്പോഴും നമുക്ക് പോയി കാണാനും പറ്റുന്നൊക്കെ അത്ര ദൂരേ ഉള്ളൂ. യൂട്യൂബ് സാലറി എത്രയാ ചേച്ചി? യൂട്യൂബ് സാലറി എന്ന് പറയുന്നത് നമ്മളെ ഫസ്റ്റ് ചാനലുള്ള സമയത്ത് യൂട്യൂബ് സാലറി ഒക്കെ നല്ലോണം കിട്ടിക്കൊണ്ടിരുന്നിരുന്നു. അത് സെക്കൻഡ് ചാനലാണ്. യൂട്യൂബിന്റെ ഫസ്റ്റ് ചാനൽ എന്റേത് എന്താന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ആക്റ്റീവ് അല്ല അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു ചാനൽ ഒഴിവാക്കിയിട്ട് ഞാനിപ്പോ അതാണ് സെക്കൻഡ് ചാനൽ തുടങ്ങാൻ ഒരു റീസൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിലേക്ക് നമുക്ക് കുഞ്ഞു ഇൻകം ആയി വരുന്നേ ഉള്ളൂ. $100 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അറിയാം ഒരു 8 സംതിങ് ഒക്കെ ഉള്ളൂ. അതേപോലെ ഒരു 150 180 അത്രയൊക്കെ ആയിട്ടേ ഞാനുള്ളൂ. ഞാൻ വലുതായിട്ടൊന്നും വളർന്നിട്ടില്ല കേട്ടോ. അതും എല്ലാ മാസവും എനിക്ക് കിട്ടി തുടങ്ങുന്നില്ല. എനിക്ക് ഒരു മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോ എനിക്ക് അതായത് നമ്മളെ ചാനൽ ഇപ്പൊ ഒന്ന് ഗ്രോ ആയി വരുന്നല്ലേ ഉള്ളൂ, അത്രേ ആയുള്ളൂ. സീരീസിലൂടെയാണ് കണ്ടു ഇഷ്ടപ്പെട്ടത്. എന്ത് രസമാണ് ഇയാളുടെ അഭിനയം. സീരീസ് ഒക്കെ ഇനിയും തുടങ്ങിക്കൂടെന്ന്. സീരീസിലൂടെയാണ് പലരും എന്നെ അറിയുന്നത്. ഇപ്പൊ പുറത്തു പോയാലും പലരും എന്നെ അറിയുന്നത് സീരീസിലൂടെ തന്നെയാണ്. പക്ഷെ അതെനിക്ക്
സീരീസ് കണ്ടിന്യൂ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രോസസ്സാണ് അത്. കാരണം സീരീസ് എഡിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കേസാണ്. ഈ അപ്പവും കുഞ്ഞും നമ്മളെ ബാക്കി കാര്യങ്ങളെല്ലാം കൂടി ആവുമ്പോൾ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതാണ് അത് സ്റ്റോപ്പ് ആവാൻ കാരണം. പിന്നെന്ന് പറയുന്ന ആ ഒരു സമയത്ത് ഞാന് ഹെർണിയ സർജറി കഴിഞ്ഞ് കിടക്കും. ഈ സീരിയസിനോട് അഡിക്റ്റ് ആയവരെന്താവും, നമ്മൾ സീരിയസിനോട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഓരോ പാർട്ട് കിട്ടിയില്ലെങ്കിൽ അവര് നമ്മുടെ സിറ്റുവേഷൻസ് അറിയാണ്ട് സംസാരിച്ചു പോകും. നമ്മളിപ്പോ അറിയാം, നമ്മളിപ്പോ ഒരു സീരിയൽ കാണാണെങ്കിൽ ഇത് എന്താ കാണിക്കുന്നത്, നല്ലോണം ഇട്ടുകൊടുക്കുന്നത്, എനിക്ക് ഭ്രാന്ത് വരാറുണ്ട്. അത് അവരെ തെറ്റല്ല. അപ്പൊ അത് അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു മുഷിപ്പാവും. പിന്നെ ലാസ്റ്റ് അവരോട് ദേഷ്യവും അങ്ങനെയൊക്കെ എനിക്ക് ആയി തുടങ്ങി. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എല്ലാവരും അവരുടെ എക്സാം വരെ മാറ്റി നിർത്തിയ ചേച്ചിന്റെ സീരിയസിന് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് എന്തൊക്കെയാ മെസ്സേജ് അയച്ചു. അപ്പൊ എനിക്ക് തോന്നി എന്നെ കൊണ്ട് പറ്റില്ല, പിന്നെ എന്തിനാ വെറുതെ എല്ലാവരും ഇങ്ങനെ മുഷിപ്പിക്കുന്നത് വിചാരിച്ചു. അപ്പൊ പിന്നെ എനിക്ക് ഞാൻ ഈ ഏട്ടനോട് ചോദിച്ചു 2 മണി വരെയൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്യാറുണ്ട്. ഏട്ടനെ ചീത്ത പറയാറാണ് നിർത്താൻ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ എങ്ങനെങ്കിലുമൊക്കെ ചെയ്ത് കൊണ്ടുവരും. ഒരു ദിവസം ഒരു പാർട്ടെങ്കിലും ഇടാൻ ശ്രമിക്കും. ഒട്ടും പറ്റാണ്ടായപ്പോഴാണ് തലവേദന അങ്ങനെയൊക്കെ ആയപ്പോഴാണ് ഞാൻ നിർത്തിയത്. പ്ലേസ് എവിടെയാണ്? വയനാട് മുട്ടിൽ. അതുല്യ കുറെ പേര് വായിച്ചില്ലേ. ഹസിന്റെ അമ്മ എന്താ കുട്ടികളെ കാണാനൊന്നും വരാത്തത്? എനി ഇഷ്യൂസ് വീഡിയോ ഹസിന്റെ ഫാമിലിയെ കാണാറേ ഇല്ല, റീസൺ പറയുന്നു. അത് നമ്മളിപ്പോ മുന്നേ പറഞ്ഞു, എടുത്തെടുത്ത് അതാണ് കുറെ പേര് വന്നത്, നമ്മൾ മുന്നേ പറഞ്ഞു. ചേട്ടന്റെ അമ്മയില്ല, ചേട്ടന്റെ വീട്ടിലെ വിശേഷം ഒന്നും കാണിച്ചില്ല, എന്തായാലും വിശ്വസിക്കുന്നു. അങ്ങോട്ട് പോയിട്ട് അതാണ് കാണിക്കാത്തത്. തെറ്റെന്ന് പറഞ്ഞാൽ പിന്നെ ചെറിയ തെറ്റിലൊക്കെ ഉണ്ടാവല്ലോ, അതന്നെ സംഭവം, വേറെ ഒന്നുമല്ല. റീസണും കാര്യങ്ങളൊന്നും പബ്ലിക്കായിട്ട് നമ്മള് എല്ലാ വീട്ടിലും ചെറിയ തട്ടിലും മുട്ടിലൊക്കെ ഉണ്ടാവുന്ന വിഷയം ഉണ്ടാവില്ല, എല്ലാ വീടുകളിലും ഉണ്ടാവുന്ന അപ്പൊ നമുക്ക് അങ്ങനെ ഒരാൾ പറയാൻ പറ്റില്ല എന്തായാലും പ്രശ്നം. അപ്പം പ്രശ്നങ്ങളാണെങ്കിൽ ചിലപ്പോ പ്രശ്നം മാറി നമ്മൾ പിന്നെ നാളെ ഒന്നാവും. പിന്നെ അതൊക്കെ എന്താ വെറുതെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് വലിയ ഇതൊന്നുമില്ല. അതുകൊണ്ട് ഇഷ്യൂസ് ഉണ്ട് നമ്മൾ പറയണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇഷ്യൂസ് ഉണ്ട്. അത് പിന്നെ അതങ്ങനെ അതിന്റെ വഴിക്ക് പോകുന്നു. ചേട്ടന്റെ ജോബ് അച്ചീവ് ജേണി എന്നും പറഞ്ഞു. അതൊരു പിന്നെ ഒരു കഥയാണ്. ജോബ് അച്ചീവ് ജേണി ഒന്നുമില്ല. നമ്മളന്ന് ആ സമയത്ത് എന്തെങ്കിലും ഒരു ജോലിക്ക് കയറാന്നുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. ലക്കിനത് കിട്ടി, അപ്പൊ അത് കയറി. എന്നെ കല്യാണം കഴിച്ച പാടാണ് ജോലിന്റെ ആവശ്യം. അല്ലാണ്ട് പിന്നെ അച്ഛന്റെ തണലിൽ ഇങ്ങനെ വളർന്നു, ഇത്ര വലിപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ തണലിൽ നടന്നുകൊണ്ടിരുന്നതാണ് കേട്ടോ, ജോലിക്കൊന്നും പോകാണ്ട്. പിന്നെ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഒരു ജോലി വേണം എന്നൊക്കെ ഇങ്ങനെ ചിന്ത വന്നത്. കല്യാണം കഴിച്ചു ആ ഒരു മാസത്തിൽ തന്നെ അച്ഛൻ PSC എഴുതാൻ നിർബന്ധിച്ചു. ഫസ്റ്റ് അച്ഛൻ പറഞ്ഞ രണ്ടാമത്തെ എക്സാം എഴുതിയുള്ളൂ. അതിൽ 2 ലിസ്റ്റിൽ വന്ന് അതിൽ ഒന്ന് ആദ്യം പോലീസാ വന്ന, അപ്പൊ നേരെ അതിലും കയറി. അത്രയുള്ളൂ. അത് ഫസ്റ്റ് തന്നെ കിട്ടിട്ടോ. ഞാൻ വന്ന ഐശ്വര്യം പറയും, അതും കൂടെ എടുത്തു പറയും. ഫസ്റ്റ് എഴുതിയാൽ തന്നെ കിട്ടിട്ടോ. പിന്നെന്താ, ചേട്ടൻ പോലീസാണ്. ഇന്റർകാസ്റ്റ് മാരേജ് ആണോ ലവ് സ്റ്റോറി ഞങ്ങൾ പറയാട്ടോ. ഇന്റർകാസ്റ്റ് ഒക്കെ തന്നെ, ലവ് സ്റ്റോറി ഒക്കെ പറയാ. അത് ഒറ്റൊരു വ്ലോഗായിട്ട് തന്നെ. അത് അത്രയ്ക്കും പറയാനുണ്ട്. ഏട്ടന് എത്രാമത്തെ ഏജിലാ ജോബ് കിട്ടിയത്? ഏട്ടന് എത്രാമത്തെ ഏജിലാ? 24. ചേട്ടൻ പോലീസാണോ? ചേച്ചി പോലീസാണ്. ഹായ്, ചേട്ടന്റെ ഫാമിലിയെ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട, അതാണ് നല്ലത്. ഒരുപാട് കാലമായി ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയിട്ട് ഇഷ്ടമാണ്. താങ്ക് യു. അത് നല്ലൊരു കാര്യം കേട്ടോ. കാരണം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടേ പറയണ്ടത്. അത് എന്താ അവർക്കറിയാം ഇഷ്യൂ ഉണ്ടെന്ന് അറിയാം. അപ്പൊ അത് മുൻകൂട്ടി പറയാം, ഇഷ്യൂ ഉണ്ടെങ്കിലും പറയൊന്നും വേണ്ടാന്ന്. അതാണ്, അത് നല്ലൊരു നിലപാടാണ്. കാരണം നമ്മളങ്ങനെ ആളുകളെ നിങ്ങളെ കുറ്റം പറയല്ല കേട്ടോ, നമ്മള് അറിയാനും ആഗ്രഹം ഉണ്ടാവും ചേട്ടി നമ്മുടെ ഫാമിലി എവിടെ. കാരണം നമ്മള് ഫാമിലി വ്ളോഗേഴ്സ് ആയതുകൊണ്ട് തന്നെ എന്റെ ഫാമിലിനെ എപ്പോഴും കൂടുതലായിട്ട് കാണുന്നു. ഏട്ടന്റെ ഫാമിലി എവിടെയെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മുന്നുള്ള ചാനൽ കാണുക, ഏറ്റവും കൂടുതൽ കാണുക ചിലപ്പോൾ ഏട്ടന്റെ വീടും പരിസരവും ഏട്ടന്റെ ഫാമിലി ആയിരിക്കും, ഞങ്ങൾ അവിടെ ഉള്ള സമയത്ത്. പിന്നെന്താ, നമ്മളെ അവരെ പറ്റി ഒരാളെ പറ്റി നമ്മൾ മോശം പറയണ്ടല്ലോ. ഫാമിലി ആവുമ്പോ വിഷയങ്ങൾ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, അല്ലേ? അതെ, അതങ്ങനെ തന്നെയാണ്. പിന്നെന്താ ചേച്ചി, ചേട്ടൻ എന്താ ജോബ്? ഏജും പറഞ്ഞു. അനിയൻ എവിടെയാ വർക്ക് ചെയ്യുന്നത്? അനിയൻ ഗൾഫിലായിരുന്നു, ഇപ്പൊ വന്നിട്ട് നിലവിൽ അവൻ വർക്കൊന്നും ചെയ്യുന്നില്ല. നിലവിൽ ഇപ്പൊ പറഞ്ഞില്ലേ ഡിസ്ക് ഒക്കെ ചെറുതായിട്ട് തെന്നി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ആളോ ഒക്കെയാണ്. ഏട്ടന്റെ ഫാമിലി പറഞ്ഞു. 2 നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ക്യാരക്ടർ 2 പേരുടെയും പറയുന്നു. നെഗറ്റീവ് ഏട്ടന്റെ പറയുകയാണെങ്കിൽ ഒന്ന് മറവിയാണ്. എനിക്ക് എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ് മറവി. പിന്നെന്താ, പിന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ കണ്ടാലും റിപ്ലൈ തരില്ല. ചെറിയ എന്തെങ്കിലുമൊക്കെ കാര്യമായിരിക്കും. ബ്ലൂടിക്ക് വീണാലും റിപ്ലൈ തരാത്തത് എനിക്ക് ദേഷ്യം വരുന്ന ഒരു കാര്യമാണ്. ഇനി എന്തത് പറയും? എന്നെ കുറിച്ച് പറയുമ്പോൾ നെഗറ്റീവ് ഉണ്ടാവില്ല. നെഗറ്റീവ് ഇല്ലല്ലോ, നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് മനസ്സിലുണ്ടാവും.
അപ്പൊ എന്നെ കുറിച്ച് നെഗറ്റീവ് ഇല്ല, പക്ഷെ ഞങ്ങളും പറയാൻ പറഞ്ഞില്ലേ, എന്താ പറയാ, പറയാൻ തീരുമാനണ്ടേ? എന്നെ കുറിച്ച് ഒരു നെഗറ്റീവ് ഇല്ല എന്നാ പറയുന്നത്. ഞാൻ പറയുന്ന പോലത്തെ എന്തെങ്കിലുമൊക്കെ പറയും, അത് ആലോചിച്ച് നോക്ക്. നെഗറ്റീവ് അത് അപ്പൊ എനിക്ക് ഓർമ്മ വരില്ല, ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. ഇപ്പൊ തന്നെ എനിക്ക് അലർജി ഒക്കെ ഉള്ളതാണ് വെയിലത്ത് പോയി നിക്കാത്തതിന്. ഞാൻ ചേട്ടൻ പറയുന്ന ചില കാര്യം ഞാൻ അനുസരിക്കാറില്ല. അത് പറയും, ഫുഡ് കഴിക്കാത്ത, വെള്ളം കുടിക്കാത്ത, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ. ചേച്ചിക്ക് ആരൊക്കെയുണ്ട്? എനിക്ക് അനിയനും അമ്മയാണുള്ളത്. നിങ്ങളുടെ ലവ് മാരേജ് ആണോ? അതെ. ഏതുവരെ പഠിച്ചു? രണ്ടാളും ചേച്ചി വർക്ക് ചെയ്തിരുന്നു? പഠിച്ചത് +2 വരെ അല്ലേ? ഞാൻ ഡിഗ്രി കഴിഞ്ഞു. പിന്നെ ഡിഗ്രി കഴിഞ്ഞ് നമുക്ക് അപ്പൊ തന്നെ 1 വർഷം 1.5 വർഷം 2 വർഷം ആയപ്പോ ജോലി കിട്ടി. പിന്നെ ചേച്ചി വർക്ക് ചെയ്തിരുന്നു. ഞാൻ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ചാനൽ എന്താ പറ്റിയെന്നാണ് എനിക്ക് ഇപ്പോഴും അറിയാത്തത്. ചാനൽ ഇത് എല്ലാ ചാനലും പറയുന്ന ഒരു കൺസിസ്റ്റൻസി ആണ്. നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ചാനൽ ഗ്രോ ആവുള്ളൂ. നമ്മൾ പിന്നെ ആ ചാനൽ നമ്മൾ കുറേ ഡിലേ ആയി, പിന്നെ കുറേ ഹോസ്പിറ്റൽ അത് ഇത് കാര്യങ്ങളായിട്ട് ചാനലൊന്ന് ഇരുന്നു പോയി. പിന്നെ അത് ഉയർത്തിയെടുക്കുക പറഞ്ഞാൽ ഭയങ്കര പണിയുള്ള ഏർപ്പാടാണ്. നടക്കും, പിന്നെ നമ്മൾ പിന്നെ അന്നതങ്ങ് ഒഴിവാക്കിയിട്ട് പിന്നെ അതിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് സീരീസിലാ വന്നത്. സീരീസ് ഇഷ്ടപ്പെട്ടിട്ടാണ്. അപ്പൊ അതിൽ സീരീസ് ഇടുമ്പോഴേ ആൾക്കാർ കാണുന്നുള്ളൂ. ഞാൻ വ്ളോഗ് ഇട്ടിട്ടൊക്കെ നോക്കിയിട്ട് ആർക്കും അതിനൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഫുൾ കമന്റ് സീരീസ് എവിടെയെന്ന് ചോദിച്ചിട്ടായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങള് അത് മാത്രമല്ല, ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് നമ്മുടെ അപ്പുണ്ണി ഒരു സ്കൂളിലൊക്കെ ഒരു UKG അപ്പുണ്ണി ഒരു ഇത്തിരി ആയപ്പോഴാണ് തുടങ്ങിയത്. അപ്പൊ നമുക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, എനിക്ക് എപ്പോ വേണേ വീഡിയോ എഡിറ്റ് ചെയ്യാം. പിന്നെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയപ്പം ഛർദി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 5-6 മാസം അങ്ങനെയൊക്കെ നമുക്കിങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു തുടരെ വീഡിയോ ഇടാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പിന്നെ അതിനുശേഷം ഇതന്നെ ഹെൽത്ത് ഇഷ്യൂസ് തന്നെ എല്ലാം കൊണ്ട് വീഡിയോസ് നമുക്ക് പറ്റുന്ന പോലെ ഇടാൻ പറ്റാണ്ടായിപ്പോയി. അങ്ങനെ ആ ഒരു ചാനൽ ഡൗൺ ആയത് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഒരു ചാനൽ തന്നെ ആയിരുന്നു കേട്ടോ. പെട്ടെന്നാണെങ്കിലും ഞാൻ അത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഒരു 1 lakh പലരും ചോദിക്കുന്നുണ്ട് ചേച്ചിയുടെ പഴയ ചാനൽ എവിടെയാണ്. ഇപ്പോഴും ഒരു 1,20,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഫാമിലി ആയിട്ട്. പക്ഷെ ആരും എന്റെ വീഡിയോ കാണാൻ ഇപ്പോ ആഗ്രഹിക്കാത്തവരാണ് കൂടുതലുള്ളത്. കാരണം സീരിയസ് ആണെങ്കിൽ കാണും, പക്ഷെ സീരിയസ് എനിക്ക് ഇടാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ലവ് മാരേജ് ആണോന്ന് പറഞ്ഞു. വൈ ചേച്ചി എന്താ നിർത്തിയ എത്ര എന്തുകൊണ്ടാണ് ചേച്ചി പഠിപ്പ് നിർത്തിയത് ഇത്ര നേരത്തെ? എന്താ മാരേജ് ചെയ്ത്? ഒരു കരിയർ താല്പര്യമില്ലേ? തുടർന്ന് പഠിക്കുമോന്ന്? പഠിപ്പ് നിർത്തിയെന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് ഞാനായിട്ട് തന്നെ അങ്ങോട്ട് നിർത്തിയതാണ്. ഏട്ടൻ കുറെ PSC കോച്ചിങ്ങിനൊക്കെ പോകാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ നഴ്സിങ്ങിനൊക്കെ കിട്ടി. നഴ്സിങ്ങിനൊക്കെ വന്നിട്ടൊന്നും ഞാൻ പോയിട്ടില്ല. അതെന്താന്ന് പറഞ്ഞാൽ അപ്പൊ എനിക്ക് ചെറിയൊരു മടിയൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പൊന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട മേഖല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുക, കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിലിരിക്കുക, ഏട്ടന് പോകുമ്പോ എല്ലാം സെറ്റാക്കി കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം ജോലിയെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഇപ്പൊ നിലവിൽ എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ തുടർന്ന് പഠിക്കാനാ. ഇനിയിപ്പോ എന്ത് പഠിക്കാനാ? തുടർന്ന് പഠിക്കാം, +2 ഒക്കെ മതി. പഠിച്ചവരെന്നെ ഇപ്പൊ എന്താ കാട്ടി നടക്കുന്നതെന്ന്. ഏട്ടത്തി അമ്മയൊക്കെ പോലീസാണോന്ന്? അല്ല. ഹസ്ബൻഡ് ജോബ് പോലീസ്, ചേട്ടന്റെ ജോബ്. രണ്ടാളുടെയും ഫാമിലിനെ കുറിച്ച് പറഞ്ഞു. എല്ലാവർക്കും ഒരേ കാര്യം അറിയണം, അത് മുന്നേ പറഞ്ഞിട്ടോ. ഈ തടിച്ച ലുക്കാണ് നല്ല രസം. എന്റെ ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞാണ്, ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ട ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞായിരിക്കും. ചേച്ചിയുടെ ജോബ് ചെയ്യുന്നില്ല, യൂട്യൂബ് അല്ലാതെ ചേച്ചിയുടെ ജോബ്? ചോറുണ്ടാക്കുന്നു, കറി ഉണ്ടാക്കുന്നു. ലവ് മാരേജ് ഓർ അറേഞ്ച്ഡ് മാരേജ്? ലവ് മാരേജ് ആണ്. അതിന്റെ ലവ് സ്റ്റോറി നമ്മൾ പറയാം അടുത്തൊരു വീഡിയോ ആയിട്ട്. കുറെ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അബൌട്ട് യുവർ ഫാമിലി അതൊക്കെ നമ്മൾ പറഞ്ഞു. സിമ്പിൾ ഹംബിൾ ഫാമിലി. ഇപ്പൊ റെന്റഡ് ഹൗസിലാണോ നിൽക്കുന്നത് അതോ ഓൺ ഹൗസിലാണോന്ന്? റെന്റഡ് ഹൗസിലാണ്. നമ്മള് വീട്ടിൽ നിന്ന് നമ്മളിങ്ങോട്ട് മാറിയതാണ്. നമ്മുടെ സ്വന്തം വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. രണ്ടാൾക്കും സ്വന്തം വീട് ഉണ്ട്, അടുത്തടുത്താണ് സ്വന്തം വീട്. ചെറിയ ഇഷ്യൂസ് കൊണ്ട് നമ്മളിങ്ങോട്ട് മാറിയതാണ്. പിന്നെ നമുക്ക് പോലീസ് ക്യാമ്പിൽ ക്വാർട്ടേഴ്സും ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് നമ്മള് ജനിച്ചു വളർന്ന പ്രദേശം ഇവിടെ തന്നെയാണ്. അപ്പൊ ഇവിടെ അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. ക്യാമ്പിലേക്ക് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ പോയാൽ നമുക്ക് ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോവാതെ ഇവിടെ തന്നെ നിൽക്കുകയാണ്. നമ്മള് ഈ റെന്റിന്ന് ഇപ്പൊ നമ്മൾ 2-3 മാസം കഴിഞ്ഞാൽ ദൈവം സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറണം എന്നാണ് ആഗ്രഹം. പിന്നെ സ്ഥലമൊക്കെ എടുത്തിട്ട് വീട് വെക്കാൻ ഉദ്ദേശമില്ല എന്നൊക്കെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ സ്ഥലം എടുത്തിട്ടുണ്ട്. എന്റെ വീടിന്റെ തൊട്ടുപ്പുറം തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടാവും വീഡിയോയിൽ. സ്ഥലം എടുത്തിട്ടുണ്ട്. 2025 നമുക്കുള്ളതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതില്
നമ്മൾ അടുത്ത പ്രാവശ്യം മിക്കവാറും ഒരു വീട് എടുക്കും. നടക്കിരിക്കും എല്ലാവരുടെ പ്രാർത്ഥന എടുക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, സ്വപ്നം കാണുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പൊ ചേട്ടേ. പിന്നെന്താ, വീടിന്റെ മുൻപിൽ തന്നെ ഉള്ള സ്കൂൾ ഏതാണ്? അത് WM ഇംഗ്ലീഷ് മീഡിയം ആണ്, CBSE. വീടിന്റെ അത് പറഞ്ഞു. ആരുടെ അമ്മയാണ് വീഡിയോയിൽ കാണുന്നത്? വീഡിയോയിൽ കാണുന്നത് എന്റെ അമ്മയാണ്. അവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ വീട്ടില് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അനിയൻ ഗൾഫിലായിരുന്നല്ലോ, അപ്പൊ അമ്മ ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. അമ്മ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് അച്ഛനില്ല, അമ്മ ഒറ്റയ്ക്കായിരുന്നു അവിടെ നിന്നിരുന്നത്. അപ്പൊ ഞങ്ങൾ അമ്മേനും കൂടെ കൂട്ടിയതാണ്. ഇപ്പൊ അനിയനും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ തേപ്പും പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് മാറും. മക്കളുടെ ഒറിജിനൽ നെയിം, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ധ്യാൻദീപു 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ ദക്ഷ ആണുള്ളത്. ദക്ഷ പഠിക്കുന്നൊന്നുമില്ല, ഇവിടെ ഉണ്ട്. പറ്റുന്നത്ര അലമ്പൊക്കെ കളിച്ച് ഇതിലൊക്കെ നടക്കുന്നുണ്ട്. നഴ്സറിയിൽ വിടാൻ ഞാൻ പറഞ്ഞ 3 വയസ്സാകുമ്പോൾ നഴ്സറി വിടാം. ഏട്ടൻ പറഞ്ഞ നഴ്സറിയിലൊന്നും വിടണ്ടാന്ന്, അവൻ ചെറുതാന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ രണ്ടാളുടെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ? ഞാൻ BSc കെമിസ്ട്രി, പിന്നെ ശ്രുതി +2. ചേച്ചിയുടെ സീരീസ് കണ്ട് സബ്സ്ക്രൈബ് ആയത്, എന്നിട്ട് ഇപ്പോ എന്താ നിർത്തിയ? കണ്ടിന്യൂ ആക്കുക, അതാ ഞാൻ പറഞ്ഞത്. സീരീസിന്റെ കാര്യമാണ് പറഞ്ഞത്. സീരീസിന്റെ കാരണം കൊണ്ട് നമ്മൾ ആ ചാനലിനെ നിർത്തി. സീരീസ് കൊണ്ടുപോകാൻ പറ്റുന്നില്ലടാ. ഞാൻ ഷൂട്ട് ചെയ്ത് വെക്കും, ഏട്ടനറിയാം. ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച എത്രയോ ഉണ്ട് വീഡിയോസ് ഇതില്. ഈ നമ്മള് കൊറേയൊക്കെ സീരീസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തില്ല, പകുതിക്ക് വെച്ച് അതിന്റെയൊക്കെ ഷൂട്ട് ചെയ്തതുണ്ട്. പക്ഷെ എന്താ ചെയ്യുന്നത്, എനിക്ക് എഡിറ്റിംഗ് ആവുന്നില്ല. എഡിറ്റിംഗ് നിങ്ങൾ എനിക്ക് ഏട്ടനാണെങ്കിൽ അങ്ങനെ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ഏട്ടനറിയില്ല. പിന്നെ ഏട്ടൻ വരുന്ന ടൈം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ റിസ്ക് ആണ് ഏട്ടനും ചെയ്യുന്നത്. അപ്പൊ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. ഫോണിൽ എല്ലാ കാര്യം ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. പിന്നെ ഫേസ്ബുക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കമന്റ് റിപ്ലൈ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഏട്ടൻ നോക്കുള്ളൂ. അല്ലാണ്ട് എഡിറ്റിങ്ങിന്റെ കാര്യങ്ങളിലൊന്നും ഏട്ടൻ കൈ കടത്താറില്ല. അപ്പൊ എല്ലാം കൂടെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് സീരീസ് നിർത്തിയത്. മാളവിക കോടി എന്ന് പറയുന്നത് അവസാനായിട്ടൊരു ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പോടിയത്. ഓക്കെ, പോവാൻ ഉദ്ദേശിക്കുന്നില്ലാന്ന്. പിന്നെ വേറൊരു Q&A ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിൽ ഇതേപോലെ തന്നെ ആയിരിക്കും. അതില് ചേച്ചി സീരീസ് കണ്ടിന്യൂ ചെയ്യോ? കുറെ പേർ ആഗ്രഹിക്കുന്നുണ്ട് ചേച്ചിന്റെ വീഡിയോ. അപ്പൊ ചേച്ചി വായിക്ക്, കുഴഞ്ഞ് വായിലെ വെള്ളെല്ലാം പറ്റി. 18 മിനിറ്റ് ആയില്ലേ? ഞാൻ പറഞ്ഞു താങ്ക്സ്. കൂടെയുള്ള അമ്മ ചേച്ചിന്റെ അമ്മയല്ലേ? ചേച്ചി എത്ര വരെ പഠിച്ചു? സീരീസ് സ്റ്റാർട്ട് ചെയ്യാമോ? ചേച്ചി ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ്, ഹസിന്റെ വീട്ടിലല്ലേ? അതൊക്കെ പറഞ്ഞില്ലേ? മക്കളുടെ നെയിം, ക്വാളിഫിക്കേഷൻ, ചേച്ചിയുടെ അമ്മയുടെ കൂടെ. ഇതൊക്കെ പുതിയ വീട് വെക്കാനുള്ള പ്ലാൻ ഉണ്ടോ? ആ പ്ലാനിങ്ങിലാണ് ഞങ്ങള്. അപ്പൊ അടുത്ത വർഷം നിങ്ങളൊക്കെ ഞങ്ങളെ കൂടെ കട്ടൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത വർഷം വീട് വെക്കും. ഒരു കുറ്റിയെങ്കിലും അടിക്കണം എന്നുണ്ട് അടുത്ത വർഷം. 2025 നമ്മൾ അങ്ങനെയല്ല, എന്തെങ്കിലും തുടങ്ങി വെക്കുക. പൈസ ഇല്ലെങ്കിലും അങ്ങ് തുടങ്ങി വെക്കുക. പിന്നെ അങ്ങ് നമ്മുടെ വിധി പോലെ ഭാഗ്യം പോലെ അങ്ങോട്ട് നടക്കട്ടെ. ഞാൻ മുന്നേയുള്ള ചാനൽ കണ്ടില്ല, പിന്നെ അതിൽ വീഡിയോസ് ഉണ്ടാവും. ഈ ചാനൽ തുടങ്ങിയത് ഞാനിപ്പോ ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. സോ ശ്രുതിയോട് ഒന്നും ചോദിക്കാതെ, പണ്ട് വീട്ടിൽ ഹസ്ബൻഡുമായി താമസിച്ച വീട് NBA എന്റെ ഇങ്ങോട്ട് മാറി. പഴയ ചാനലിലുള്ള കുറെ കൂട്ടുകാർ നമ്മളെ പുതിയ ചാനലിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ എടുത്ത് പറയാം. നമ്മളെ കൂടെ പണ്ട് മുതലേ ഉള്ളവര് ഇപ്പോഴും ഉണ്ട് കേട്ടോ, കുറെ പേരുണ്ട് കേട്ടോ. അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്, ഇപ്പോഴും വർഷങ്ങളായിട്ട് നമ്മളെ കൂടെ ഉള്ളതിന്. പിന്നെന്താ, പുതിയ വീട് എന്താ പഴയ വീട് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ. പഴയ കൊറേ എന്റെ വിശേഷങ്ങളും ഞങ്ങളെ വിശേഷങ്ങളും എല്ലാം ഞങ്ങളെ പഴയ വീട്ടിൽ നിന്നായിരുന്നു നമ്മളൊരു സ്റ്റാർട്ടിങ്, നമ്മുടെ ജേണി തുടങ്ങുന്നത്. പഴയ വീടിനെ കുറിച്ച് കുറെ പേർക്ക് അറിയാം. ഹസ്ബൻഡ് ഫാമിലിയുടെ ഹസ്ബൻഡിന്റെ അമ്മ മാത്രമല്ലേ ഉള്ളൂ, അച്ഛനില്ലല്ലോ? ഹസ്ബൻഡ് ഒറ്റ മോനല്ലേ? അപ്പൊ അമ്മ ഒറ്റയ്ക്കാണോ താമസം? നിങ്ങളുടെ അമ്മയുടെ താമസിച്ചുകൂടെ? തനിച്ചല്ല, അമ്മയുടെ കൂടെ അനിയത്തി ഉണ്ട്, അവരുടെ മക്കളുണ്ട്, അവരെല്ലാരും കൂടിയാണ് വീട്ടില്. പിന്നെ ഞങ്ങളെ വീട് ഇരിക്കുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ ചുറ്റും വീടുകളുള്ള ഒരു പ്രദേശമാണ്. ഞങ്ങളെന്ന് പറയുന്നത് ഒരു 2 മിനിറ്റിന്റെ ദൂരേ ഉള്ളൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വീടുകൾ ഞങ്ങളെല്ലാരും ജനിച്ച സ്ഥലമാണ്. അവിടെ എല്ലാ വീടുകളും ഒരു ഫാമിലി പോലെ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അവിടെ പിന്നെ ഒരാളാണെങ്കിലും ഒരു പ്രശ്നവുമില്ല, എത്ര കാലം വേണമെങ്കിലും ജീവിക്കാം. പക്ഷെ അവിടെ അമ്മ ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് തന്നെയാണ് അവിടെ ഉള്ളത്, സിസ്റ്ററും കുട്ടികളൊക്കെ ആയിട്ട്. അപ്പൊ പലരുടെയും അറിയാനുള്ള കുറെ ക്വസ്റ്റ്യൻസിനുള്ള റിപ്ലൈ തന്നു. പലർക്കും അറിയേണ്ടത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്, കൂടുതലായിട്ട് അറിയേണ്ടത്. എല്ലാവർക്കും എല്ലാ സംശയങ്ങളും മാറിയെന്ന് വിചാരിക്കുന്നു. ഏട്ടൻ എന്താ പറയാനുള്ള? പിന്നെ ലവ് സ്റ്റോറി സംബന്ധമായിട്ട് കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആദ്യം ഫാമിലിനെ കുറിച്ചായിരുന്നു അറിയേണ്ടത്, അത് പറഞ്ഞു. ഫാമിലി ഇപ്പൊ ഞാൻ ശ്രുതി 2 കുട്ടികൾ ഇവിടെ ഉണ്ട്. പിന്നെ ശ്രുതിയുടെ അമ്മയുണ്ട്. വീട് പണി നടക്കുകയാണല്ലോ, അനിയനും കൂടെ ഉണ്ട്. അവിടെ തേപ്പും കാര്യങ്ങളെല്ലാം കഴിയണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബ്ലോഗിലൊക്കെ. അനിയനും അമ്മയും കൂടെ ഇവിടെയാണുള്ളത്. അതാണ് നിങ്ങൾ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ അമ്മേനെ കാണാൻ കാരണം. പിന്നെ
പിന്നെ അവിടെ വീട്ടിൽ അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, അനിയത്തിയുടെ കുട്ടികളുണ്ട്, അവരവിടെ ഉണ്ട്. അതൊക്കെ ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരം തന്നെയാണ്. ഞങ്ങൾ കാണാറുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫാമിലി ആയിട്ടുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട്, അതല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ വേറെന്താ? വേറൊന്നുമില്ലല്ലോ. ഇനി ലവ് സ്റ്റോറി ആണ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട്. ലവ് സ്റ്റോറി ഇതന്നെ ഇപ്പൊ ലെങ്ത് കുറെ ആയിട്ടുണ്ട്. അപ്പൊ പുതിയൊരു വീഡിയോ സ്റ്റോറി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട്, ഇത് ലെങ്ത് കൂടും, അതും കൂടി പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ അടുത്തൊരു വീഡിയോയില് ലവ് സ്റ്റോറി ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.